ഇറ്റ് വാസ് എന്താ പറയുക സീരീസ് ഓഫ് ഹാപ്പിങ്സ് ആയിരുന്നു. തമാശയും സസ്പെൻസും വാട്ട് നെക്സ്റ്റ് ഓരോ സീനിലും അതൊന്നും അങ്ങനെ ഓക്കെ ഇൻ ദ സെൻസ് ഒരുപാട് സീരീസ് ഓഫ് സസ്പെൻസസ്, അതുപോലെ കണക്റ്റിംഗ് ആയിട്ടുള്ള ഒരുപാട് തമാശകളും ആ ഒരു ലൈക്ക് തമാശയ്ക്ക് വേണ്ടിയുള്ള തമാശയല്ല, പക്ഷെ ആ അവർ ഭയങ്കര അവരുടെ ലൈഫിലെ പ്രശ്നങ്ങളായിട്ട് അവർ കടന്നു പോകുന്നിരിക്കുന്ന ഒരു ഇതാണെങ്കിൽ കൂടി നമുക്കത് വളരെ ഏറെ ആസ്വദിക്കാൻ പറ്റുന്ന ഒരു തമാശകളായിട്ട് മാറുന്നതാണ്. സോ മൂവീൻ്റെ സ്റ്റാർട്ടിങ് മുതൽ എൻഡിങ് വരെ ഇറ്റ് വാസ് എന്താ പറയുക സസ്പെൻസ്, സീരീസ് ഓഫ് സസ്പെൻസ് ആൻഡ് തമാശകളും ഒക്കെ ആയിട്ടുള്ള ഒരു കംപ്ലീറ്റ് എൻ്റർടൈൻമെൻറ്റ് പാക്കേജാണ്. പടൻ അടിപൊളി, ഓ മൈ ഗോഡ്. ഇൻ ദ സെൻസ് പുള്ളിയുടെ ജീവിത അവസ്ഥയാണത്, വളരെ കഷ്ടപ്പാടും അതൊക്കെ ആണെങ്കിൽ കൂടി ഇതെല്ലാം നമുക്ക് ഭയങ്കര തമാശയായിട്ടും എന്താ പറയുക എൻ്റർടൈനിങ് ആയിട്ടാണ് ത്രൂ ഔട്ട് ദ മൂവി പോയിരിക്കുന്നത്. ഒരുപാട് ഇറ്റ്സ് നോട്ട് ജസ്റ്റ് വൺ സസ്പെൻസ്, ഓരോ ഇൻസിഡൻറ്റിലും അതെന്താ ഇങ്ങനെ. സോ ഇങ്ങനെ മൂവി കഴിയുമ്പോഴത്തേക്കാണ് നമ്മൾ ഓരോ കാര്യങ്ങൾ വിൽ ലൈക്ക് കണക്റ്റിംഗ് ഡോട്ട്സ് എല്ലാം കണക്ട് ചെയ്ത് നമ്മൾ മുന്നോട്ട് പോവാം. സോ ഇറ്റ് വാസ് കംപ്ലീറ്റ് എൻ്റർടൈൻമെൻറ്റ്. മേ ബി സി എല്ലാ പടത്തിലും അതിൻ്റെതായ കുറേ പോസിറ്റീവായിട്ടുള്ള ലെസൺസും നെഗറ്റീവായിട്ടുള്ള ലെസൺസിനാവും. സോ എൻ്റർടൈൻമെൻറ്റ് ആസ്പെക്റ്റിൽ അടിപൊളിയായിരുന്നു. ആ കോപ്പിയൊക്കെ കാണിക്കുന്ന രീതി വാസ് വാവ്, ജസ്റ്റ് അമേസിങ്. ആ മൂവിയുടെ സ്റ്റാർട്ടിങ്ങിലെല്ലാം എന്താ പറയുക ഇങ്ങനെയും കോപ്പി അടിക്കാം, സി ഇതിനെക്കാളും വലിയ വില്ലന്മാർ ഓൾറെഡി ഉണ്ടാവുമായിരിക്കും. ബട്ട് ഇത് കാണിക്കുന്ന രീതി വാസ് അടിപൊളി. സി അതിൽ നിന്ന് പ്രചോദനം കൊണ്ട് കോപ്പിടിക്കാന്ന് പറഞ്ഞാൽ മൂവിയിൽ പലതും വേറെ നല്ല കാര്യങ്ങളുണ്ട്, അതിൽ നിന്ന് പ്രചോദനം കിട്ടട്ടെ എന്ന് വിശ്വസിക്കുന്നു. ആക്ച്വലി ഞാൻ തുണ്ടിൽ ചെറിയ റോള് ചെയ്യുന്നുണ്ട്. പേഴ്സണലി പറയുകയാണെങ്കിൽ ഭയങ്കര ഇഷ്ടമുള്ളൊരു പടമാണ്. കാരണം ബീച്ചേട്ടൻ്റെ ഒരുപാട് പോലീസ് വേഷങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിലും ഭയങ്കര ഒരു വെറൈറ്റി ആയിട്ടുള്ളൊരു പോലീസ് ഓഫീസറായിട്ട് നമുക്ക് കാണാൻ പറ്റില്ല. പിന്നെ ഒരു കോമഡി എൻ്റർടൈനറാണ്, ഫാമിലിക്ക് വന്ന് കാണാൻ പറ്റുന്നൊരു പടമാണ്. അപ്പോൾ എല്ലാവരും തിയേറ്ററിൽ തന്നെ വന്ന് തുണ്ട് കാണും. താങ്ക് യു. അത്രയും നല്ല പടമാണ്, എനിക്കിഷ്ടമായി ഭയങ്കരമായിട്ട്. ഞാൻ ദൈവത്തിൻ്റെ കയ്യിലാണ്, എല്ലാം ദൈവത്തിലേക്ക് വിട്ടുകൊടുത്ത്. പിന്നെ നമ്മുടെ പ്രേക്ഷകരല്ലേ അഭിപ്രായം പറയേണ്ടത്, ഇത്രയും പറയാനുണ്ട്. ശരി, താങ്ക് യു.